ബിവറേജസ് കോർപ്പറേഷന്റെ കുപ്പി പരിഷ്കാരത്തിൽ വലഞ്ഞ് ഉപഭോക്താക്കളും ജീവനക്കാരും പ്ലാസ്റ്റിക് മദ്യക്കുപ്പികൾക്ക് 20 രൂപ അധികം വാങ്ങി കാലിക്കുപ്പി തിരിച്ചു കൊടുക്കുമ്പോൾ പണം തിരികെ നൽകുന്ന രീതിയാണ് കൃത്യമായ മുന്നൊരുക്കങ്ങളില്ലാതെ നടപ്പിലാക്കിയത് കാരണം ജീവനക്കാർക്ക് തലവേദനയായിരിക്കുന്നത്. കുപ്പി നൽകാനായുള്ള തിരക്ക്, ഔട്ട്ലെറ്റിൽ നിന്ന് തന്നെ മദ്യം വേറെ കുപ്പിയിലാക്കുന്നവർ, കാലിക്കുപ്പികളുടെ കണക്കൊപ്പിക്കൽ, അങ്ങനെ നീളുകയാണ് ജീവനക്കാരുടെ ദുരിതം. ബെവ്കോയുടെ പുത്തൻ പരിഷ്കാരം ചില ഉപഭോക്താക്കൾ ഇങ്ങനെയാണ് മറികടക്കുന്നത്. ഔട്ട്ലെറ്റിലേക്ക് കാലിക്കുപ്പിയുമായി എത്തിയാൽ 20 രൂപ ഇങ്ങനെ ലാഭിക്കാം. പ്ലാസ്റ്റിക് കുപ്പികൾ വഴി ഉണ്ടാകുന്ന മലിനീകരണം നിയന്ത്രിക്കാനായി ബെവ്കോ മുന്നോട്ട് വെച്ച പുത്തൻ ആശയമായിരുന്നു പ്ലാസ്റ്റിക് മദ്യക്കുപ്പികൾക്ക് 20 രൂപ അധികം ഈടാക്കി കുപ്പി തിരികെ നൽകുമ്പോൾ ഈ തുക തിരികെ നൽകുക എന്നത്. പക്ഷേ കൃത്യമായ മുന്നൊരുക്കമില്ലാതെ 2 ജില്ലകളിൽ നടപ്പാക്കിയ പുതിയ രീതി ജീവനക്കാരെ ശരിക്കും വലച്ചിരിക്കുകയാണ്. കുടുംബശ്രീയിൽ നിന്നും പ്രത്യേകം ജീവനക്കാരെ നിയമിക്കുമെന്ന ഉറപ്പ് നടപ്പായിട്ടില്ല. ജീവനക്കാർ തന്നെ കുപ്പിക്ക് മുകളിൽ സ്റ്റിക്കർ ഒട്ടിക്കണം, രസീത് നൽകണം, ഒഴിഞ്ഞ കുപ്പിയുമായി വരുന്നവർക്ക് പണം തിരികെ നൽകണം. പരീക്ഷണ പദ്ധതി ജീവനക്കാരെ ശരിക്കും പരീക്ഷിക്കുകയാണ്. ഇതിനു മുൻപ് ക്യൂ നിൽക്കാതെ മദ്യം വാങ്ങാൻ കഴിഞ്ഞിരുന്ന തിരുവനന്തപുരത്തെ പല ഔട്ട്ലെറ്റുകളിലും ഇപ്പോൾ രാത്രി സമയങ്ങളിൽ നീണ്ട ക്യൂ അനുഭവപ്പെടുന്നുണ്ട്. ഒരു ദിവസത്തെ മദ്യം വിൽപ്പനയുടെ കണക്കെടുക്കുന്നതിനൊപ്പം തിരിച്ചെത്തിയ കുപ്പികളുടെ കണക്കും രേഖപ്പെടുത്തണം. ഇതും ജീവനക്കാർക്ക് ഇരുട്ടടിയാണ്. ശേഖരിക്കുന്ന കുപ്പികൾ ഇതുവരെ ഔട്ട്ലെറ്റുകളിൽ നിന്ന് മാറ്റിയിട്ടില്ല. ഇതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. 6 മണി മുതൽ 9 മണി വരെ ആണ് 60% കസ്റ്റമറും ഈ മദ്യം വാങ്ങാനായിട്ട് നമ്മുടെ ഷോപ്പുകളിലേക്ക് എത്തുന്നത്. അപ്പോൾ അവർക്കത് വേഗത്തിൽ കൊടുക്കാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നില്ല. കാരണം ഈ ബില്ലിന് പുറമെ ഒരു ബോട്ടലിന്, പ്ലാസ്റ്റിക് ബോട്ടലിന് 20 രൂപ, അത് എല്ലാ ബോട്ടലുകളിലും, അത് 160 രൂപ മുതൽ മുകളിലോട്ട് വരുന്ന എല്ലാ ബോട്ടലുകളിലും 20 രൂപ ഞങ്ങൾക്ക് ഈടാക്കേണ്ടി വരുന്നുണ്ട് പ്ലാസ്റ്റിക് ബോട്ടലുകൾക്ക്. അപ്പോൾ അതിന് സ്റ്റിക്കർ ആ നിമിഷമാണ് നമുക്ക് ഒട്ടിക്കേണ്ടി വരുന്നത്. അത് ഒട്ടിച്ചതിന് ശേഷം ഒരു റെസിപ്റ്റ് കൂടി അവർക്ക് നൽകുന്നുണ്ട്. ഈ കുപ്പി തിരിച്ചു കൊണ്ടുവരുമ്പോൾ അവർക്ക് ഞങ്ങൾ ആ 20 രൂപ തിരിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ 3 ദിവസമായിട്ട് വിറ്റുപോയതിൽ മുഴുവൻ കുപ്പികളും വന്നിട്ടില്ല. പക്ഷേ ഒരു 20% കുപ്പികൾ വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോൾ അത് സ്വീകരിക്കുമ്പോഴും അതിനും മറ്റൊരു പ്രയാസം ആ വിൽപ്പന ഭാഗത്ത് നേരിടേണ്ടി വരുന്നുണ്ട്. കനത്ത നികുതി നൽകി വാങ്ങുന്ന മദ്യത്തിന്മേൽ നിന്നും കൂടുതൽ തുക ഖജനാവിലേക്ക് എത്തിക്കാനുള്ള തന്ത്രമാണിതെന്നും വിമർശനമുയരുന്നുണ്ട്. 20 രൂപയ്ക്കായി വീണ്ടും ഔട്ട്ലെറ്റിലേക്ക് വരേണ്ടി വരുന്ന ഉപഭോക്താക്കളെയും പുതിയ രീതി ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം.